ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനമായിട്ടുള്ളൊരു എക്സാമിനെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ISI എന്ന് പറയും. ISI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്രത്യേകിച്ചും ഇനി വരുന്ന കാലത്ത് AI കാലമാണ്, കമ്പ്യൂട്ടിങ്ങിൻ്റെ ബിഗ് ഡാറ്റയുടെ കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ISI വളരെ ഇമ്പോർട്ടൻ്റ്, പണ്ടേ ISI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ISIയിലേക്ക് വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് അഡ്മിഷൻ, അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ISI 4 സ്ഥലത്താണുള്ളത്. കൽക്കട്ടയിലുണ്ട്, പിന്നെ ബാംഗ്ലൂരുണ്ട്, ഡൽഹി ഉണ്ട്, ചെന്നൈ ഉണ്ട്, പിന്നെ ആസാമിലുണ്ട്. ഈ കൽക്കട്ടയിലും ബാംഗ്ലൂരും മാത്രമാണ് BStat, ഈ +2 കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പറ്റുന്ന 2 കോഴ്സ് ഉണ്ട്. BStatഉം BMATഉം. BStat ഹോൺസ്, ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത്, ഫൗണ്ടറാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കൊൽക്കത്തയിലാണ് BStat ഉള്ളത്. അവിടെ മാത്രമേ ഉള്ളൂ BStat. വെബ്സൈറ്റ് ഇതാണ്, അത് പിൻ ചെയ്യാൻ നമുക്ക്. BStat ഹോൺസ്. പിന്നെ ഉള്ളത് ബാംഗ്ലൂരാണ് BMAT ഉള്ളത്. അപ്പോൾ 2 കോഴ്സ് മാത്രമേ നമുക്കിപ്പം +2കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് BStatഉം BMATഉം. ഓക്കെ, അപ്പോൾ BStat ഇസ് ഇൻ കൽക്കട്ട ആൻഡ് BMAT ഇൻ ബാംഗ്ലൂർ. ഇത് വളരെ കുറച്ച് സീറ്റ്സേ ഉള്ളൂ. ഇതിൽ അത് ആകെ 84 സീറ്റേ ഉള്ളൂ. ഓരോ BMATലും 54 സീറ്റുണ്ട്, BStatലും 84 സീറ്റുണ്ട്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പെൺകുട്ടികൾക്ക് 16 സീറ്റ് സൂപ്പർ ന്യൂമറി ഗേൾസിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. സൂപ്പർ ന്യൂമറി സീറ്റ്സ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 16. പിന്നെ ജനറലായിട്ട് 84, ജനറൽ കാൻഡിഡേറ്റ് 23 വരെ ഉള്ളൂ. ഇത് കോഴ്സ് കൽക്കട്ടയിൽ മാത്രമേ ഉള്ളൂ, ഈ കോഴ്സ് ബാംഗ്ലൂരിൽ മാത്രമേ ഉള്ളൂ. രണ്ടിനും 84 സീറ്റാണ്. 23 ജനറൽ, ബാക്കി 16 സീറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് സൂപ്പർ ന്യൂമറിക്ക് ഇത്. അപ്പോൾ ഇതിൽ ജനറൽ കാൻഡിഡേറ്റിൽ ഫീമെയിലിന് വരാം കേട്ടോ, പക്ഷേ സൂപ്പർ ന്യൂമറിയിലും ഫീമെയിലിന് റിസർവേഷൻ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ സാധാരണമായി തന്നെ PWD, SC/ST, EWS അതിനൊക്കെ വേറെ റിസർവേഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു കോഴ്സ് കൂടി ഉണ്ട്, BSDS ഹോൺസ്. 2022 തുടങ്ങിയ കോഴ്സാണിത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്. ഇപ്പോൾ തുടങ്ങിയതാണ്. BSc, ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്. അത് 3 സ്ഥലത്തുണ്ട്. അല്ല, കൽക്കട്ടയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും ഉണ്ട്. പക്ഷേ ഇവിടെ സീറ്റ്സ് 25 സീറ്റേ ഉള്ളൂ ഓരോ സ്ഥലത്തും. അപ്പം എന്തായാലും ജനറൽ അതിലും കുറവായിരിക്കും. അതിലും സൂപ്പർ ന്യൂമറി ഉണ്ട്, PWD ഉണ്ട്, EWS ഉണ്ട്, എക്സെട്ര. പക്ഷേ ഇത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. മറ്റേതുമാതിരി തന്നെ ഇതിപ്പോൾ തുടങ്ങിയതാണെങ്കിലും ഇതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡാറ്റയും ഉള്ള കാലത്ത് വളരെയധികം സോർട്ട് ആഫ്റ്റർ കോഴ്സായിരിക്കും ഈ കോഴ്സ്. സെലക്ഷൻ ചാനൽ 2 ചാനലേ ഉള്ളൂ. ഒന്ന് നാഷണൽ ഒളിമ്പ്യാഡ്, INMO ഡയറക്റ്റ് സെലക്ഷനാണ്. അവർക്ക് എക്സാം എഴുതേണ്ട കാര്യമില്ല, നീഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ദ എക്സാം. ISI ടെസ്റ്റ് ചാനലിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഒരു MCQ ടെസ്റ്റ് ഉണ്ടാവും, അന്ന് തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആകെ 3 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അത് ഓരോ സമയത്തും വേരി ചെയ്യും. എന്നിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിനനുസരിച്ചിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇത് കിട്ടിയാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. വളരെ കുറച്ച് പേർക്ക് കേരളത്തിൽ നിന്ന് ഇത് അറിയുന്നതേ ഉള്ളൂ, കുറച്ച് പേര് എഴുതുന്നുള്ളൂ, വളരെ കുറച്ച് പേർക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പം മെജോറിറ്റി ആൾക്കാർക്ക്, കൽക്കട്ടയിലത്തെ ആൾക്കാർക്കാണ് കൂടുതൽ കിട്ടുന്നതെന്ന് പറയുന്നത്, കാരണം അവരെയാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മളും ഇത് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് പഠിച്ചാൽ കിട്ടാവുന്നതാണ്. പിന്നെ ഈ കൽക്കട്ട ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ ഈ പിൻ ചെയ്യേണ്ടത്. അത് നോക്കിയിട്ട് നിങ്ങൾ അതിൽ കൽക്കട്ടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു മെയിൽ അയച്ചാൽ അവർ പ്രീവിയസ് പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നാലും പ്രീവിയസ് പേപ്പേഴ്സ് മുഴുവനും നിങ്ങൾക്കൊരു ബുക്കായിട്ട് അയച്ചു തരും. ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ഗ്ലിംസ് ഓഫ് വാട്ട് വിൽ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാംസ്. നോട്ട് ദാറ്റ് ഈസി എക്സാം, എല്ലാം യുണീക്ക് പേപ്പർ ആയിരിക്കും. IIT ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ്. പക്ഷേ മറ്റേതല്ല, JEE മെയിൻസ് ലെവലിലുള്ള ആയിരിക്കും MCQ ഉള്ളത്. ഓക്കെ, പക്ഷേ കിട്ടാവുന്ന ഒരു എക്സാമാണ്, provided if you have that direction from +1, +2 onwards. Okay, അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.